ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളിയായിട്ട് മട്ടൻ കറിയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ആദ്യം ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് സവാളയും പച്ചമുളകും കൂടിയിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിത് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ അവിടെ എല്ലാം പരിപാടി നോക്കി, ആക്കാനില്ല പരിപാടിയെല്ലാം നോക്കി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി വന്ന് എടുത്തതാണ് ഈ വീഡിയോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. എപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു ബ്രൗൺ കളർ വരുന്ന വരെ. ഇപ്പോൾ ഇങ്ങനെ ഒരു കളറായതിന് ശേഷം തക്കാളി ഇടാം. നമുക്ക് തക്കാളി ഇട്ടിട്ട് തക്കാളി നമുക്ക് കുറച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ സ്പെഷ്യലാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് മട്ടൻ കഴിക്കുകയേ ഇല്ല. അപ്പോൾ അമ്മ ഇങ്ങനെ ആക്കി തന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് മട്ടൻ കറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് മട്ടണാണ്. അങ്ങനത്തെ ഒരു ഇതിലായി. അപ്പോൾ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് തക്കാളി ഒന്ന് നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെന്ത് വന്നതിന് ശേഷം ഞാനിതൊരു പേസ്റ്റാണ്. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പട്ട ഗ്രാമ്പു ഇതെല്ലാം കൂടിയിട്ട് അരച്ച പേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. പച്ചമണം പോകുന്ന വരെ. അതിലോട്ട് നമുക്ക് മഞ്ഞളും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും അല്ലെങ്കിൽ 2.5 ടീസ്പൂണാണ്. അപ്പോൾ ഇത് അമ്മ ആക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വിട്ട് പറയുന്നത്. അതിനുശേഷം എപ്പം പറയുന്ന പോലെ എരിവ് ആവശ്യത്തിനില്ല, നിങ്ങളെ എരിവ് അനുസരിച്ച് മുളക് പൊടിയും പിന്നെ ഒരു 1/2 സ്പൂൺ ഒരു പകുതി ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ഇടാം. അല്ലാണ്ട് എനിക്ക് റോളിങ് ആവുക. അതിന് ശേഷം ഇച്ചിരി മട്ടൻ പൊടിയും. നല്ലോണം ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം, പച്ചമണം പോകുന്ന വരെ. അതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ല മട്ടണും കൂടി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പാക്കാണ്ട് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ എപ്പം പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. വെള്ളം ഒഴിച്ചിട്ട് മട്ടൻ വേവാനില്ല വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പം നിങ്ങളെ സപ്പോർട്ട് എപ്പോൾ നമുക്ക് വേണോ. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എന്നെ കമൻറ്റിൽ കൂടി നിങ്ങളത് പറയാം. പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നല്ല മട്ടനെല്ലാം വെന്താണ്. എന്തായാലും 20 മിനിറ്റ് നമുക്ക് വിടണം. 20-15 മിനിറ്റ് നമുക്ക് വിടണം. നമ്മൾ കുക്കറിലല്ലല്ലോ വെക്കുന്നത്. മട്ടൻ പൊതുവേ കുക്കറിലേ വേവിക്കും. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ ചട്ടിയിൽ വെക്കും. അപ്പോൾ അങ്ങനെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പെപ്പർ പൊടിയും മല്ലിച്ചപ്പും പിന്നെ പച്ച വെളിച്ചെണ്ണയും. നമ്മളിവിടെ വീട്ടിൽ ഏതൊരു നോൺ വെജ് ചെയ്യുമ്പോഴും ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന പരിപാടിയുണ്ട്. അതുപോലെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു 5 സെക്കൻഡ് തിളച്ചപാട് ഗ്യാസ് ഓഫ് ആക്കുക. എന്നിട്ട് നമുക്ക് അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. മട്ടൻ കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.